ഹേ ഗായ്സ്, വെൽക്കം ബാക്ക്. ഗുഡ് നൈറ്റായി വരുന്നുണ്ട്. എനിക്ക് നാട്ടിൽ ഇപ്പോൾ 9:40 ഉണ്ടായി. ഇവിടെ 8:30 ആയി വരുന്നുണ്ട്. നമ്മൾ പാതിരാത്രിക്ക് നടക്കാറിയാണ്. ഇത്ര നേരം ഇവിടെ ലൈറ്റില്ലായിരുന്നു. ഇപ്പോൾ ലൈറ്റ് ഇത് വീണുകൊണ്ടിരിക്കുന്നു. ഞാൻ അതുകൊണ്ട് ഫ്ലാഷ് ഓൺ ആക്കിയിട്ടിരിക്കുകയാണ്. ഇപ്പോൾ ലൈറ്റൊക്കെ വന്നോളാം. ഇത്ര നേരം ഇവിടെ ഇട്ടായിരുന്നു. ഞാൻ ഫ്ലാഷ് ഓൺ ആക്കി ഇൻട്രോ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അതെടുത്ത് ഇതായിപ്പോയി. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ രണ്ടാം എടുക്കുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു എറ്റനഗർ വാക്കിംഗ് വീഡിയോ. അൽമസ്കറ്റ് സീരീസിൻ്റെ നമ്മുടെ പുതിയ വഴി തേടിയുള്ള യാത്രയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതിലൂടെയൊക്കെ ഈ രാത്രി സമയത്ത് നടക്കാൻ നല്ല രസമുണ്ടാ. ഇപ്പോൾ ഇവിടെയൊക്കെ ലൈറ്റ് വീണ് തുടങ്ങിയത് ഫ്രെയിം നോക്കിയിട്ട് ഇപ്പോൾ ലൈറ്റ് വീണിട്ടുള്ളൂ. അങ്ങോട്ട് ലൈറ്റ് ആയിട്ടില്ല, ഇവിടം വരെ ലൈറ്റായി. നമ്മുടെ വീടിൻ്റെ ആ ഫ്രണ്ട് വരെ ലൈറ്റ് ആയിട്ടുണ്ട്. നമ്മളപ്പോൾ നടന്നുകൊണ്ട് ഈ ഫ്രെയിം കൊള്ളാം കേട്ടോ. അതുകൊണ്ടാണ് ഈ സാംസങ് എടുത്തുകൊണ്ട് പോകുന്നത്. സമയം ഇപ്പോൾ 8:30 ആയി വരുന്നുണ്ടെന്ന് തോന്നുന്നു. നമ്മുടെ നാട്ടിൽ 9:40. ഇതിനകത്ത് 9:43. ഒരാളാണ് തോളയിരുന്ന് തുടങ്ങിയിട്ടുണ്ട്. ബഹളം ഞാൻ കാണിച്ചു തരാം. കാണാൻ പറ്റുമ്പോൾ നീ പറഞ്ഞത് എൻ്റെ കേട്ടാ, തോളയിരുന്ന് ബഹളം തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് ഇവിടെ വീണ്ടും ഇരുട്ടായി. കേട്ടാ, നമ്മുടെ വഴിയെല്ലാം ഇരുട്ടായി. എവിടെ ലൈറ്റ് വന്ന് ഇവിടെ എന്തോ നോക്കുവാന്നുണ്ട്. ഇങ്ങോട്ട് ഇരുട്ടായി. നേരത്തെ ഇപ്പോൾ ഇത്ര നേരം അവിടെ വെട്ടയില്ലായിരുന്നു. നമ്മളിപ്പോൾ അവിടെ നിന്ന് നടന്ന് ഇങ്ങോട്ട് വന്നതാണ്. കണ്ട ഇപ്പോൾ ഇവിടെയൊക്കെ വെട്ടം വന്നു, ഇവിടെ ഇല്ല. ഇതുപോലെയായിരുന്നു. ഇപ്പോൾ ഫുള്ള് ഇവിടെ ഇട്ടായിരുന്നു. ഇപ്പോൾ വീണ്ടും വെട്ടം വന്നുകൊണ്ടിരിക്കുകയാണ്. കണ്ടാ, അപ്പോൾ നമ്മളെ വഴി ഇതായിരുന്നു. കണ്ട, ഇവിടെയൊക്കെ ഇപ്പോൾ ലൈറ്റ് തന്നെ ഉള്ളൂ. ഇവിടെ ചെക്കിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെ KCB ഇലക്ട്രിക്കിൻ്റെ ആൾ അവിടെ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവിടെ ലൈറ്റ് കത്തണുണ്ട്. അവിടെ പുള്ളി അവിടെ എന്തോ നോക്കിക്കൊണ്ടിരിക്കുക. അവിടെ പൊട്ടിത്തെറിയൊക്കെ കണ്ടുകൊണ്ട് ഞാൻ ഇങ്ങോട്ട് വന്നത്. നമ്മളപ്പം ഇതിലേ കൂടെ നടന്നാണ് അങ്ങോട്ട് പോകുന്നത്. അതാണ് നമ്മുടെ വഴി. അവിടെ ആ രണ്ട് ഉമ്മാനികൾ നിൽക്കുന്നു, സംസാരിക്കുന്നു. നമുക്കിപ്പോൾ ഇങ്ങനെ അങ്ങോട്ട് നടക്കാം. ചെറിയൊരു നടത്ത്. പുള്ളി അവിടെ എന്തൊക്കെയോ കത്തിക്കുന്നുണ്ട് കേട്ടോ. എന്താ ലാൻഡ് ക്രൂയിസർ അല്ലേ കിടക്കുന്ന ടൊയോട്ടോ ലാൻഡ് ക്രൂയിസർ. ഞാൻ ആദ്യം വിചാരിച്ചു മറ്റേ പ്രാഡോ ആയിരിക്കുന്നു. ഇതിൻ്റെ ബാക്കിൽ മറ്റേ കിട്ടിയിരിക്കാനുള്ള സുനാപ്പിയൊക്കെ ഉണ്ട്. ഹുക്ക് മറ്റേ ഇത് മറ്റേ സാധനത്തിനുള്ളതാണെന്ന് തോന്നി. ക്യാമ്പർ അതുപോലത്തെ സാധനം കെട്ടി വിളിച്ചുകൊണ്ട് പോകാനായിട്ട്. ഞാൻ നേരത്തെ പറഞ്ഞൊരു സാധനം ഉണ്ടല്ലോ, നമ്മുടെ കാരവാൻ, അതായത് ക്യാമ്പർ കാരവാൻ ഉണ്ടല്ലോ, നമ്മൾ വലിച്ചുകൊണ്ട് നടക്കുന്ന ക്യാമ്പർ കാരവാൻ. ആ സാധനം രാത്രിയിൽ കൂടെ എന്ത് വീഡിയോയിലെല്ലാം കാണാൻ പറ്റുമെന്ന് എനിക്കറിയാം. പക്ഷേ ഇതിൽ കൂടെ ഇങ്ങനെ നടക്കാൻ നല്ല രസമാണ്. 50-20. നമ്മളിപ്പോൾ ഈ വഴിയിലാണ് വന്നിരിക്കുന്നത്. നമ്മൾ അങ്ങോട്ട് പോകുന്നതാണ് മറ്റേ വഴികൾ. നമുക്ക് പ്രത്യേകിച്ച് ദൂരത്തോട്ടൊന്നും പോകാൻ പറ്റില്ല. കാര്യം സമയം 8 മണി 9 മണിയായി വരുന്നത്. ഇവിടെ 9 മണിയായി വരുന്നത്. നാട്ടിൽ 10:30 വരുന്നുണ്ടാവും. അത് കാരണം അധികവും പോകാൻ പറ്റില്ല. എനിക്ക് ചെറിയ വ്ളോഗായിരിക്കും ഇത്. മിക്കവാറും ഷോർട്സിലായിരിക്കും അതിനകത്ത്. എൻ്റെ രൂപ ശരിയാണ്. കാര്യം ചെറിയ വ്ളോഗാണ്. പിന്നെ വേറെ സാധനം കാണിച്ചു തരാം. ഞാൻ അന്ന് പറഞ്ഞ വണ്ടി ഇവിടെ കിടപ്പുണ്ട്. നേരത്തെ പറഞ്ഞ വണ്ടി ഇതാണ്, മറ്റേ GMC. ഞാൻ അന്ന് പറഞ്ഞ CMG എന്ന് കണ്ടാണ്. ഇതാണ് ആ വണ്ടി, മറ്റേ നമ്മുടെ സാധനം. എന്താ ഇതന്നെ സാധനം. അവിടെ നിന്ന് വണ്ടി തന്നെയാണ്. അതേ മോഡൽ ഇതേ ഒരു സാധനം. അതേപോലത്തെ വേറെ ബ്ലാക്ക്. എന്താ ഇത് GMC, മറ്റേ നമ്മളവിടുത്തെ ഓഫ് റോഡ് സാധനം. ഇവിടെ വീണ്ടും ഇരുട്ടായി. ലൈറ്റ് പോയി. വീണ്ടും ഇരുട്ടായി. നേരത്തെ ഞാൻ വന്നപ്പോൾ ഇവിടെ ഇരുട്ടായിരുന്നു. കറണ്ട് പോയി. ആ മരം ഓഫ് ചെയ്ത് കളഞ്ഞ കാരണം ഈ വണ്ടി കാണില്ലായിരുന്നു. വീണ്ടും ഇപ്പോൾ ഇരുട്ടായി. വീണ്ടും ഇരുട്ടായി. വീണ്ടും ഇവിടെ കറണ്ട് വന്ന് ഈ സാധനമാണ് നമ്മുടെ ബാക്ക് കിടക്കുന്നത്. GMC അതിൻ്റെ ബാക്ക് കിടക്കുന്നുണ്ട്. 4x4 GMC. GMG അല്ല, GMC. ഞാനന്ന് CMG എന്ന് പറഞ്ഞാൽ മറ്റേ വണ്ടി അപ്പുറത്ത് കിടപ്പുണ്ട്. ഇവിടെ കറണ്ട് വന്ന് അപ്പോൾ ഇത് മറ്റേ ഓഫ് റോഡൊക്കെ പോകുന്ന വണ്ടി. നമ്മുടെ കാരവാനൊക്കെ ക്യാമ്പർ കാരവാൻ കെട്ടി കളിക്കുന്ന സാധനം. ഞാൻ അതിൻ്റെ ഇത് കാണിച്ചു തരാം. വരുത്തി ഇവിടെ മറ്റേ സാധനം ഇവിടെ ഉണ്ട്, ഹുക്ക്. ഇത് ആ വണ്ടിക്ക് ഉണ്ടെന്ന് തോന്നുന്നു. കാണാനില്ല ഇവിടെ നോക്കിയിട്ട്. നമുക്ക് അങ്ങോട്ട് പോകാം. അവിടെ ഇരുട്ടാണ്. ഞാൻ ഇങ്ങോട്ട് വന്നത് എന്താണെന്ന് വെച്ചിട്ട് ഈ വണ്ടി ഇവിടെ കിടപ്പുണ്ട്. കാണുന്നില്ലെന്നേ ഉള്ളൂ. ഇവിടെ ഉണ്ട് പക്ഷേ വണ്ടി. ഒരാൾ ബഹളം തുടങ്ങിയിട്ടുണ്ട് ഇവിടെ കിടന്ന്. ഇത് മറ്റേ ലെക്സസിൻ്റെ വണ്ടിയാണെന്ന് തോന്നുന്നു. കണ്ടിട്ട് അല്ലെന്ന് തോന്നണം. ഞാൻ ക്ഷീണിച്ചു ക്വീസ്. അവിടെ കറണ്ട് പോകുന്നു വരുന്നു. കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കേണ്ട അവസ്ഥയാണ്. നമുക്ക് അങ്ങോട്ടൊന്ന് പോയി നോക്കാം. വെറുതെ ഒരു കാര്യമില്ല, എന്നാലും പോകാം. നൈസ് കണ്ടോ, നൈസൊരു ഫ്രെയിം അല്ലേ ഇത്. ഇവിടെ ഞാൻ പറഞ്ഞത് നൈറ്റും കാണാൻ പോളി. എനിക്കറിയാൻ വേണ്ടിയിട്ട് ഞാൻ നൈറ്റ് ഇതുപോലെ ചിലപ്പോഴൊക്കെ നടക്കാറുണ്ട്. അപ്പം ഫ്രെയിമൊക്കെ രസമാണ്. ഇവിടെ ഒരു ബഹളം തുടങ്ങിയിട്ടുണ്ട്. അലമ്പ് എന്ന് പറഞ്ഞാൽ വീഡിയോ എടുക്കുമ്പോൾ അലമ്പ്, അല്ലെങ്കിൽ മിണ്ടാണ്ടിരിക്കും. ഇത്ര നേരം മിണ്ടാണ്ടിരിക്കുന്നത്. ഇപ്പോൾ വീഡിയോ എടുത്ത് വാങ്ങിയപ്പോൾ അലമ്പ്. ഇനി അവളെ മുഖത്തേക്ക് കാണിച്ച് കഴിഞ്ഞാൽ അവൾ മിണ്ടത്തില്ല. അത് തന്നെയൊക്കെ കണ്ടാ എന്താ സാധനം കഴിക്കണം. ഫ്രെയിം നൈസ് ഫ്രെയിം അല്ലേ ഇത്. ഇതാണ് നമ്മളിപ്പം നടന്ന് വന്ന വഴി. അങ്ങോട്ടാണ് നമ്മൾ നെക്സ്റ്റ് നമ്മുടെ ആ ഒരു ഇതിലേക്ക് മെയിൻ റോഡിലേക്ക് പോണ വഴി. ടാറ്റ. ചറ വണ്ടി പോകുന്നു. ഒരുത്തി ആ വണ്ടിയിലൊക്കെ നോക്കി ബഹളം വയ്ക്കുന്നു കേട്ടോ. നിഴലെ നോക്കി ബഹളം വയ്ക്കുന്നു. ചെറവറ അങ്ങോട്ടും ഇങ്ങോട്ടും വണ്ടി പോകുന്നു. ഞാൻ പറയാനൊന്നും കേൾക്കത്തില്ലെന്ന് പറയും. ഇപ്പോഴത്തെ മൈക്ക് എടുക്കേണ്ടി വരും. കാര്യം ഞാൻ പറയുമ്പോഴത്തേക്ക് ഭയങ്കര സൗണ്ട് പോലെ തോന്നാം. ഇതെന്തോ ബേസ് ക്യാമ്പാണ്. ഇതുണ്ട് ഇവിടെ ക്യാമ്പ്, ബേസ് ക്യാമ്പ് അങ്ങനെ എന്താണെന്ന് എന്തിൻ്റെയാണെന്ന് എനിക്കറിഞ്ഞൂടാ. ഇതൊരു ബേസ് ക്യാമ്പാണ്. എന്തിൻ്റെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തോ ക്യാമ്പാണിത്. വിദൂരതയിൽ കാണുന്നതാണ്.
കണ്ടോ വെട്ടത്തിൻ്റെ അതിപ്രസരം കാരണം നിങ്ങൾ കാണില്ല എന്നുണ്ട്. അതാണ് നമ്മുടെ മറ്റേ മെയിൻ റോഡിലേക്ക് കയറുന്ന വഴി. ഓക്കെ, അതൊക്കെ ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ട്. കണ്ടോ കുറേ പേരിങ്ങനെ നടത്തത്തിന് ഇറങ്ങിയിട്ടുണ്ട്. ഐ മീൻ വാക്ക്, നമ്മൾ പറയുന്ന പോലെ നൈറ്റ് വാക്ക് എന്ന് പറയും. പക്ഷേ ഇവർ സ്ഥിരം നടക്കുന്ന ടീമായിരിക്കും. പിള്ളേരെ കൊണ്ട് ഇങ്ങനെ വൈകിട്ട് ഇവിടെ മറ്റേ ആമടപ്പെട്ടിയുണ്ട്, ഇരിക്കുന്ന പെട്ടി. അങ്ങോട്ട് റോഡ് പോകുന്നുണ്ട്. അത് മറ്റേ NH മീൻസ് മെയിൻ ഹൈവേ ആണ്. പിന്നെ ഇതെന്തോ ഇവിടുത്തെ ഏതോ വലിയൊരു ബിൽഡിംഗ് ആണ്. ഇനി ജയിലെങ്ങാനുമാണ്, വലിയ മതിലൊക്കെ ഉണ്ടല്ലേ. ഇപ്പോൾ വലിയൊരു ഗവൺമെൻറ് ബിൽഡിംഗ് ആണെന്നാണ് തോന്നുന്നത് കണ്ടിട്ട്. നമ്മൾ അങ്ങോട്ട് പോകണില്ല, നമുക്ക് ഇങ്ങോട്ടും പോകണ്ട. നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് നടക്കാം. ഐ മീൻ കുറച്ച് കഴിഞ്ഞിട്ട് തിരിച്ചു പോകാം. ഇത് നല്ല ചെറിയ വ്ളോഗായിരിക്കും. പിന്നെ ഇവിടെയൊക്കെ നൈറ്റ് ലൈഫാണ്. മീൻസ് നൈറ്റ് ലൈഫ് പറ്റത്തുള്ളൂ. ഈ സമയത്ത് ചൂട് കുറവായിരിക്കും. അത് കാരണം എല്ലാവരും ഈ സമയത്ത് ഇറങ്ങും. പിന്നെ നമ്മളൊക്കെ അല്ലെങ്കിൽ നമ്മൾ നാട്ടിൽ നിന്ന് മാറി ഒരു സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ എന്തായാലും രാത്രിയിലൊക്കെ വെറുതെ എവിടെയെങ്കിലും നടക്കാറും മലയാളികൾ പ്രത്യേകിച്ച്. അതിപ്പോൾ നമ്മൾ ഗൾഫിൽ തന്നെ പോകണം നിർബന്ധമില്ല. അവിടെ നിന്ന് 2 പുള്ളങ്ങൾ വരുന്നുണ്ട് കേട്ടോ, 3 പിള്ളേർ. നമ്മളപ്പം തിരിച്ചടക്കുവാണത്. ഒരാളെ താഴത്താളൊക്കെ നടത്തി ചീത്ത വിളിച്ചുകൊണ്ടിരിക്കുക തന്നെ. എന്താണ് ഞാൻ നേരത്തെ പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നാമത് നല്ല വണ്ടിയുടെ തിരക്ക്, അതിൻ്റെ കൂടെ ഇവിടെ കിടന്ന് താളം വെച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അത് കാരണം ഞാൻ പറയണതൊന്നും കേൾക്കില്ലായിരുന്നു. അതായത് നമ്മളിപ്പോൾ നാട്ടിൽ നിന്ന് പുറത്ത് പോയി കഴിഞ്ഞാൽ എന്തായാലും ഒന്നെങ്കിൽ നൈറ്റ് ഡ്രൈവ് അല്ലെങ്കിൽ മറ്റേ നടക്കാനെങ്കിലും ജസ്റ്റ് ഇറങ്ങും. സോ അത് തന്നെ ഞാൻ പറഞ്ഞത്, നമ്മളെവിടെ പോയാലും അത് ചെയ്യും. ഒരാൾ പാൻ്റെ പിടിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. നടന്നോ? എന്ത് പറ്റി? നടക്കാനില്ലേ? ആ എന്ത് പറ്റി? വീണ്ടും അത് തോള കയറിയിട്ടുണ്ട്. ആളായിരുന്നു. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, നമ്മളെന്തായാലും ഒരു സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ അവിടെ ചുമ്മാ എക്സ്പ്ലോർ ചെയ്യാൻ നമുക്ക് ജസ്റ്റ് ബൈക്കൊക്കെ ഉണ്ടെങ്കിൽ ബൈക്കിൽ പോകും. നൈറ്റ് ഡ്രൈവ് മറ്റേ പരിപാടി എന്നൊക്കെ പറഞ്ഞത് അത് തന്നെ. ഇതും ഇവിടെ ഇച്ചിരി വെട്ടമുണ്ട്, അങ്ങോട്ട് തന്നെ തീട്ടാകുന്നു. അപ്പോൾ അത് തന്നെ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവിടെ ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും സൈക്ലിങ് പോകുന്നുണ്ട്, നടക്കുന്നുണ്ട്. ചോറ വണ്ടി ഇവിടെ എന്തെന്നില്ലാത്ത തിരക്ക്. അത് പറഞ്ഞാൽ ഞാൻ പറയുന്ന ഒന്നും കേൾക്കാൻ വഴി. 3 ലാൻഡ് ക്രൂസറായി കിടക്കുന്നത്. 3 ലാൻഡ് ക്രൂസർ. ഇത് പ്രാഡമാണോ? ഇത് പ്രാഡമാണോ തോന്നുന്നു. ഇത് ലാൻഡ് ക്രൂസർ അത് പ്രാഡമാണോ എന്ന് എനിക്കൊരു ഡൗട്ടുണ്ട്. ലാൻഡ് ക്രൂസർ പ്രാഡോ എന്ന് വെച്ചാൽ അതിനകത്ത് ബാക്കിൽ വെച്ചിരിക്കുന്ന സാധനം. ഇത് ഇവിടുത്തെ എന്തോ ഐ തിങ്ക് ഗവൺമെൻറ് വെഹിക്കിളായ ഗവൺമെൻറ് അല്ലെന്ന് തോന്നുന്നു. എന്തോ ഒരു ഇതിൻ്റെയാണ്. IVMC എന്ന് പറഞ്ഞ പോലെ സ്റ്റിക്കർ ഒട്ടിയിട്ടുണ്ട് കേട്ടോ. നമ്മളപ്പോൾ തിരിച്ചടക്കുവാണ്. നമ്മുടെ രാത്രി പ്രയാണം കഴിഞ്ഞിട്ട് ഓറയുടെ പ്രയാണം കഴിഞ്ഞ് നടന്നുകൊണ്ടിരിക്കുക. എന്തെന്ന് ഈ നമ്മൾ നടന്ന് ഇവിടെ എത്തി. ദാണ്ട റോഡ് വീണ്ടും നടന്നുകൊണ്ടിരിക്കുന്നു. പിന്നെ എനിക്ക് ഇടയ്ക്കിടയ്ക്ക് കട്ടായി പോകണം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റേ ആരെങ്കിലും നോക്കുമ്പോൾ എനിക്കൊരിതുണ്ട്. മീൻസ് എന്താ പറയുന്നൊരു, അതായത് ഞാനിപ്പോൾ ക്യാമറ നോക്കിക്കൊണ്ട് എനിക്ക് ആൾക്കാരെ മുമ്പ് വെച്ചിങ്ങനെ പറയുന്ന ഇച്ചിരി ഈ കുരുള്ള ഏർപ്പാടാണ്. ഐ മീൻ കുരു മീൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഇതുള്ളതായിരുന്നു വെച്ചാൽ നാണക്കേടല്ല. മീൻസ് അതിന് ആൾക്കാരെ മുമ്പ് വെച്ച് ഇങ്ങനെ വീഡിയോ എടുത്ത് വ്ളോഗ് ചെയ്യാൻ ഇച്ചിരി ക്രൗഡ് പേടിയുള്ള കാര്യമാണ്. പേടി മീൻസ് അത് തന്നെ, അങ്ങനെ വേറെ പറയാം. ക്രൗഡ് ഫിയർ ഉള്ളതാണ്. ആൾക്കാരെ ഇടയ്ക്ക് വെച്ച് ഇങ്ങനെ വീഡിയോ നോക്കി അല്ലെങ്കിൽ ആൾക്കാരെ മുമ്പിൽ കൂടെ ഇങ്ങനെ വീഡിയോ എടുത്ത് പോകാൻ എനിക്ക് ഇച്ചിരി മടിയുണ്ട്. അതുകൊണ്ടാണ് ഞാനിങ്ങനെ കട്ടിയത് ആരും ഇല്ലാത്തപ്പോൾ ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഇവിടെ പിന്നെ ഞാൻ ധൈര്യമായിട്ട് ഇത്ര എടുക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ നാട്ടിലാണ് ഇത്രയും പോലും ഞാൻ ചെയ്യത്തില്ല. ഇവിടെ പിന്നെ ഇങ്ങനെ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഭാഷ ആർക്കും മനസ്സിലായില്ല. മലയാളികളുണ്ട് ഇവിടെ, എന്നാലും മനസ്സിലാകുന്നവർ കുറച്ച് പേരെ കാണത്തുള്ളൂ. പിന്നെ ഈ ക്യാമറ ഇടയ്ക്കിടയ്ക്ക് ഷെയ്ക്ക് ആകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ തട്ടി താഴെ ഇടുന്നുണ്ട്. ദേഷ്യം വരുമ്പോൾ ഫോണൊക്കെ ഒറ്റ തട്ടാൻ. നമ്മൾ നടന്ന് ഇവിടെ വരെ എത്തി. അപ്പോൾ വേറെ കാര്യമായിട്ടൊന്നുമില്ല, ഇത്രയേ ഉള്ളൂ പരിപാടി. പൂച്ച സാർ ഇരിക്കുന്നു. പൂച്ച സാർ ഇതെല്ലാം വണ്ടിയുടെ മേളിൽ കാണും കേട്ടോ. ഇപ്പോൾ പൂച്ച കൂടുതലാണ്, നല്ല രീതിയിൽ കൂടുതലാണ്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ അങ്ങനെ കാണാനായിട്ട് ഈ രാത്രിയുടെ മിക്കവരുടെ വണ്ടിയുടെയൊക്കെ മേളിൽ കിടക്കണം കാണാൻ ഇതിന്. ഞാനെപ്പോഴും നടക്കുമ്പോൾ കാണും. ഇപ്പം ഞാൻ എൻ്റെ ഫേസ് കാണിക്കാത്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല രീതിയിൽ വിയർത്ത് ഒലിച്ചിരിക്കുക. ഞാൻ ഇന്ന് കഴിഞ്ഞ വീഡിയോ തന്നെ നിങ്ങൾ കണ്ടു കാണും. അതിനൊക്കെ കഷ്ടം വല്ല പരുവത്തിരിക്കുക. ചൂടുണ്ട്, ബട്ട് നമുക്കത് ഫീലാവും. നടക്കുമ്പോഴത്തേക്ക് നല്ല രീതിയിൽ ചൂടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഒന്നാമത്തെ കാര്യം പുറത്തോട്ട് ഇറങ്ങാത്തതിൻ്റെ കാര്യം അതാണ്. പിന്നെ ഈ നടക്കുമ്പോഴത്തേക്കും കഥയ്ക്കും. അതുകൊണ്ടാണ് ഇപ്പോൾ ഞാൻ രാത്രി നടക്കാൻ ഇറങ്ങുന്നത് ചൂടുണ്ടായിട്ട്. പിന്നെ നമുക്ക് ബ്ലോഗും കൂടെ ചെയ്യുന്ന കാരണം പറഞ്ഞുകൊണ്ട് ഞാൻ നടക്കുന്ന കാരണമാണ് കഥപ്പ് കൂടുന്നത്. നിങ്ങൾക്ക് നല്ലപോലെ അറിയാം. കഴിഞ്ഞ വീഡിയോയൊക്കെ നല്ലപോലെ ഇങ്ങനെ അണയ്ക്കണം കേൾക്കാം നിങ്ങൾക്ക്. അത് വേറൊന്നുമല്ല, ചൂടുണ്ട്, നാട്ടിലെ വെള്ളം പറ്റും. പറഞ്ഞുകൊണ്ടിരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓൾറെഡി നടക്കുന്നു, കൂടെ വർത്താനം പറയുന്നു, പിന്നെ ഇവളെ പിടിച്ചിട്ടുണ്ട്. ഇതെല്ലാം കൂടെ താങ്ങി ഇങ്ങനെ പോകുന്ന കാരണമാണ് കിതയ്ക്കുന്നത്. ഒന്നാമത്തെ കാര്യം വെയിറ്റും പിടിച്ച് നടക്കുന്നുണ്ട്, കിതയ്ക്കും. വെയിറ്റ് ഇവർക്ക് ഇത്ര ഇല്ലെങ്കിൽ വന്ന് നമ്മൾ ഓൾറെഡി എന്തെങ്കിലും ചെറിയ സാധനം പിടിച്ച് നടന്നാലും കിതയ്ക്കും. അതുപോലെ ഇവളെ പിടിച്ച് നടക്കുന്നു, കൂട്ടത്തിൽ വർത്താനം പറയുന്നു. മൾട്ടി ടാസ്കിങ് ആണ് ചെയ്യുന്നത് സത്യത്തിൽ. ഇപ്പോഴത്തെ ഞാൻ കഴിച്ചു എൻ്റെ മുഖമൊക്കെ ഇപ്പോൾ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിഞ്ഞിരിക്കുക വിയർത്തിട്ട്. അതുപോലെ ചൂടുണ്ട്. അതുകൊണ്ടാണ് ഇവിടെ ഇപ്പോൾ എത്ര ഡിഗ്രി ഉണ്ടെന്നൊക്കെ ചോദിച്ചാൽ എനിക്കിപ്പോൾ പറയാൻ പറ്റില്ല. ഞാൻ ക്യാമറ കട്ട് ചെയ്തിട്ട് ഞാൻ പറഞ്ഞുതരാം. നമ്മൾ നടന്നത് നമ്മുടെ വേസ്റ്റ് പിന്നെ അവിടെ എത്തി. നമ്മൾ ഇവിടെ നിന്ന് പോയപ്പോൾ കണ്ട ശീനാറി ഹേയ് ഞാൻ കറച്ച് 1 മിനിറ്റ് കാണാം എൻ്റെ ഫീസ്. ഒരാളുടെ ചുറ്റുപാട് നോക്കി നിരീക്ഷണത്തിലാണ്. എന്താ ഞാൻ കറച്ച്, പക്ഷേ നല്ലപോലെ വിയർത്ത് അണയ്ക്കണമുണ്ട്. ഒന്നാമത് വെള്ളം കുടിക്കാനെങ്കിൽ നടക്കാൻ പറ്റില്ല. ഞാൻ 4 ലിറ്ററെങ്കിലും മിനിമം ഒരു ദിവസം 4 അല്ല 5 ലിറ്റർ കുടിക്കുന്നു. ഒരു കരിമ്പൂച്ചിരിക്കുന്നു. ഇതെന്താ കരിമ്പൂച്ച? അതാണ്ടാണ് പോയി ആ വണ്ടിക്കടി കയറി കരിമ്പൂച്ച. അപ്പോൾ 4 ലിറ്റർ 5 ലിറ്ററെങ്കിലും മിനിമം വെള്ളം കുടിക്കുന്ന ഒരാളാണ് ഞാൻ. അങ്ങനെ ഒരാൾ ഈ ചൂടത്ത്, ഓൾറെഡി നാട്ടിലെ ചൂട് തന്നെ പറ്റത്തില്ല. അപ്പോൾ ഇത്രയും ചൂടത്ത് ഈ രാത്രി ഞാൻ നടക്കുന്ന കാരണം നല്ല രീതിയിൽ കഥയ്ക്കും തൊണ്ടനെ വെള്ളം പറ്റും. ഇതാവും, ഡ്രൈ ആവും, ഫുൾ ഡ്രൈ ആയി. ഞാൻ ഇപ്പോൾ ചെന്ന് കഴിഞ്ഞാൽ ഒരു കുപ്പി വെള്ളം ഫുള്ള് കുടിക്കും.
അപ്പം ഇത്ര ഉള്ളൂ വ്ളോഗ്. ചെറിയ വ്ളോഗാണ് സാധ്യത. ഇതുപോലെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഞാൻ വരാം. അല്ലാതെ ചുറ്റുപാട് നോക്കണം. പിന്നെ ക്യാമറ വന്നപ്പോൾ ഒട്ടും ഉണ്ടായിരിക്കുന്നുണ്ടോ, അങ്ങോട്ടും ഇങ്ങോട്ടും മൈൻഡ് ആയിരിക്കുന്നത്. ഇവർക്ക് മറ്റേ ക്യാമറ ഫിയർ ഉണ്ടെന്ന് തോന്നുന്നു. എനിക്ക് ക്യാമറ ഫിയർ അല്ല, ക്രൗഡ് ഫിയറാണുള്ളത്. അല്ല, ആൾക്കാർ എന്ത് വിചാരിക്കുമെന്നൊരു തോന്നൽ എനിക്കുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ കട്ട് ചെയ്തിരുന്നത്. അപ്പോൾ അത് മാറ്റിയെടുക്കണമെന്ന് എനിക്കുണ്ട്. പക്ഷേ എനിക്ക് ഒട്ടും പറ്റുന്നില്ല. മറ്റേ ഇൻ്റർവ്യൂ സെറ്റപ്പ് ആയത് കാരണമായിരിക്കും. ഞാൻ ഒരു ഇൻ്റർവ്യൂട്ടാണ് ബേസിക്കലി ആൾക്കാരോട് നമ്മൾ കൺഫേഴ്സ് സോണിലുള്ള ആൾക്കാരോട് സംസാരിക്കുന്ന പോലെ പുറത്തോട്ട് ചാടി സംസാരിക്കും. ഇച്ചിരി പ്രശ്നമുണ്ട് എന്നാലും. പക്ഷേ ക്രൗഡ് ഫിയർ എനിക്കുണ്ട്. ക്യാമറ നോക്കി ഇങ്ങനെ പോകുമ്പോൾ അവരെന്ത് വിചാരിക്കും എന്നൊരു ഫീലുണ്ട്. പിന്നെ ഇവിടെ ആയതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഇത്രയും കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത്ര ധൈര്യത്തിൽ കണ്ട ഞങ്ങളുടെ വീട്ടിന് മുമ്പിൽ നിന്നാണ് ഞാൻ കാണിക്കുന്നത്. കൈ വീട്ടിൽ ഞാൻ അറബിയിൽ അങ്ങനെ പറഞ്ഞത്. മീൻസ് ഒമാനിയുടെ വീടാണ്. ആളുടെ മുമ്പിൽ നിന്നാണ് ഞാൻ ഈ പേക്കൂത്ത് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ആൾക്ക് മനസ്സിലാക്കിയതിനകത്തുകൊണ്ട് ഞാൻ രക്ഷപ്പെടുന്നു. ഇതേ സമയം ഇവിടെ എവിടെയെങ്കിലും ഒരു മലയാളി ഉണ്ടെങ്കിൽ ഞാൻ അപ്പം ക്യാമറ ഓഫ് ചെയ്ത് കണ്ണം പിടിച്ചുകൂടിയാണ്. അപ്പോൾ നമ്മളെ പരിപാടി വൈനപ്പിയും സമയമായി. ഇത്രയേ ഉള്ളൂ വ്ളോഗ്. വേറൊന്നും പറയാനില്ല. അപ്പോൾ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ലൈക്ക് അടിക്കുക, സബ് അടിക്കുക, ഷെയർ അടിക്കുക. നമുക്കിതുപോലെ ചെറിയ കണ്ടൻറ്റുമായിട്ട് വരാൻ അഭിപ്രായങ്ങളും അറിയിക്കുക. അപ്പോൾ ഇത്ര ഉള്ള പരിപാടി കരിമ്പൂച്ച ആ കാറിൻ്റെ ഇരുന്നതേ പോകുക. ഇതുപോലെ കുറേ ഉണ്ട്. കരിമ്പൂച്ച കൊണ്ട് അല്ലാതെ എല്ലാ കാറിനും മേളിൽ നോക്കി കാണാം. അവിടെ ഒരു പുള്ളിക്കാരൻ വണ്ടി കഴിവുണ്ട്. ഞാൻ എന്താ കാണിക്കാമെന്ന് കൂടി നോക്കുന്നുമുണ്ട്. മലയാളിയാണെന്ന് എനിക്കറിയത്തില്ല. ഞാൻ പറഞ്ഞ് കേൾക്കുന്നുണ്ട്. പിന്നെ ഞാൻ പയ്യാണ് സംസാരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് നിങ്ങൾ അഭിപ്രായങ്ങൾ അറിയിക്കുക കമൻറ്റിൽ. നമ്മൾ അതനുസരിച്ച് ഇമ്പ്രൂവ് ചെയ്യുന്നതാണ്. ഇവിടുത്തെ ചെറിയ സ്ഥലങ്ങൾ കാണിച്ചു തരാം. രാവിലെ എടുക്കാൻ പറ്റുന്നതൊക്കെ രാവിലെ എടുക്കാം. നൈറ്റ് അല്ലെങ്കിൽ ഒരു നൈറ്റ് ലൈഫ് കാണിക്കാനായിട്ട് ഇവിടെ നൈറ്റ് ലൈഫൊന്നും ഇല്ല. നമുക്കൊരു നൈറ്റ് വാക്കൊക്കെ വേണമെങ്കിൽ എടുക്കുക. ഇതുപോലെ ഞാൻ കവച്ച് ചാവാറായി വിയർത്ത് ചിത്തി എൻ്റെ ബനിയനൊക്കെ ടീഷർട്ടൊക്കെ ഒട്ടി ഒരുത്തിക്കാണെങ്കിൽ ക്യാമറ മുമ്പിലോട്ടെടുത്തപ്പോഴത്തേക്ക് തിരിച്ചിരിക്കുക. തിരിച്ചിരിക്കണ ഇതിപ്പോൾ ഞാൻ അങ്ങോട്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവളിപ്പോൾ തുടങ്ങും. അപ്പോൾ പോവാം. ബൈ ഗൈസ്. അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് വരാം. ബൈ.